രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ വിവാദങ്ങൾ കത്തിനിൽക്കെ പാലക്കാട്ട് ഷാഫി പറമ്പിലിന്റെ നേതൃത്വത്തിൽ യോഗം ചേർന്നു. രാഹുലിനെ മണ്ഡലത്തിൽ എത്തിക്കുന്നത് ചർച്ച ചെയ്യാനായിരുന്നുവെന്നാണ് വിവരം. എന്നാൽ യോഗം ചേർന്നില്ല എന്നും പ്രചരിക്കുന്നത് തെറ്റായ വാർത്തയാണെന്നും ഷാഫി പറമ്പിലും കെപിസിസി സെക്രട്ടറി സി ചന്ദ്രനും പറഞ്ഞു. ഇന്നലെ രാവിലെയാണ് ഷാഫി പറമ്പിൽ പാലക്കാട്ടെത്തിയത്. അയൽ വീട്ടിലെ കല്യാണത്തിനെത്തിയതായിരുന്നു. അതിനിടയിലാണ് യോഗം ചേർന്നത്. രാഹുലിനെ എങ്ങനെ പാലക്കാട്ടേക്ക് എത്തിക്കാമെന്ന് ചർച്ചയെന്നായിരുന്നു വിവരം. മണ്ഡലത്തിൽ നിന്ന് രാഹുൽ ഏറെ നാൾ വിട്ടുനിന്നാൽ പ്രതിസന്ധിയാവുമെന്നും വിവിധ സംഘടനകളുടെയും ക്ലബ്ബുകളുടെയും അസോസിയേഷനുകളുടെയും പരിപാടികളിൽ രാഹുലിനെ പങ്കെടുപ്പിക്കണമെന്ന കാര്യത്തിൽ ആലോചനയുണ്ടായി. രാത്രിയിലാണ് ഷാഫി കോഴിക്കോട്ടേക്ക് മടങ്ങിയത്. യോഗ വിവരം നിഷേധിച്ച ഷാഫി താൻ വന്നത് സ്വകാര്യ കാര്യങ്ങൾക്കാണെന്നും മറിച്ചുള്ള റിപ്പോർട്ടുകൾ മാധ്യമ സൃഷ്ടിയാണെന്നും വാദിച്ചു. തന്റെ വീട്ടിൽ യോഗം ചേർന്നിട്ടില്ലെന്ന് സി ചന്ദ്രനും പറഞ്ഞു. അപ്പൊ ഞാനിവിടെ സ്ഥലത്തില്ലാത്ത സമയത്ത് ഇവിടെ എന്റെ വീട്ടിൽ ഇങ്ങനെ ഗ്രൂപ്പ് യോഗം ചേർന്നു എന്നുള്ള ഒരു വാർത്ത അത് സത്യത്തിന് നിരക്കാത്തതാണ്. അങ്ങനെ വാർത്ത കൊടുക്കുന്നത്, ഒരു സത്യസന്ധമില്ലാത്ത ഒരു വാർത്ത കൊടുക്കുന്നത് നിങ്ങളെ കൂടി നിങ്ങളുടെ വിശ്വാസത കാര്യങ്ങൾ എന്താണെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിലിനെ കുടക്കാൻ, രാഹുൽ മാങ്കൂട്ടത്തിലിനെ വേട്ടയാടാൻ തീരുമാനിച്ചവർക്കുള്ള തിരിച്ചടിയായിട്ടാണ് കാര്യങ്ങൾ മാറിമറിയുന്നത്. ഷാഫി കഴിഞ്ഞ ദിവസം പാലക്കാട് എത്തിയിരിക്കുകയാണ്. അതിന് തൊട്ട് മുന്നത്തെ ദിവസം ഷാഫി വടകരയിൽ ഉണ്ടായിരുന്നു. വടകരയിൽ അദ്ദേഹം ഒരു മാസ് പ്രകടനവും നടത്തിക്കൊണ്ടാണ് പാലക്കാടേക്ക് അന്ന് വണ്ടി കയറിയത്. കാലത്ത് പാലക്കാടെത്തിയ ഷാഫി തന്റെ അയൽവാസിയുടെ വീട്ടിലുണ്ടായ കല്യാണം കൂടിയെന്ന് മാത്രമല്ല, ആ കല്യാണം കൂടാൻ വേണ്ടിയല്ല യഥാർത്ഥത്തിൽ ഷാഫി പറമ്പിൽ പാലക്കാടേക്ക് വണ്ടി കയറിയത്. ഷാഫി പാലക്കാടേക്ക് വണ്ടി കയറിയത് അതൊരു പ്ലാൻ ബിയുമായിട്ടാണ്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഇനി പാലക്കാട് ഇറക്കണം. രാഹുൽ മാങ്കൂട്ടത്തിൽ ഓൾറെഡി ഒരു സസ്പെൻഷനിലാണ്. അതുകൊണ്ട് പാർട്ടി പരിപാടികളിൽ അദ്ദേഹത്തെ ഔദ്യോഗികമായിട്ട് പങ്കെടുപ്പിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. ബട്ട് മാർഗം എന്ന് പറയുന്നത് അത് പ്ലാൻ ബി ആണ്. നാട്ടിലുള്ള ക്ലബ്ബുകളുടെയും അസോസിയേഷന്റെയും അതല്ലാതെ MLA ആയിട്ടുമുള്ള കുറച്ച് പരിപാടികൾ അവിടെ നടത്താൻ ബാക്കിയുണ്ട്. കഴിഞ്ഞ ദിവസമാണ് ഈ ആരോപണങ്ങൾ ഉയരുന്നതിന്റെ തൊട്ടു മുന്നിലത്തെ ദിവസമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ സ്മാർട്ട് സ്മൈൽ എന്ന ഒരു ഭവന പദ്ധതിക്ക് അവിടെ പാലക്കാട് രൂപം അതിന് തറക്കല്ലിടൽ കർമ്മം നിർവഹിച്ചത്. 20 വീടുകളാണ് ഒരുങ്ങുന്നത്. അതിന്റെ പണികൾ പൂർത്തീകരിച്ചുകൊണ്ടും അതിൻ്റെതായ ബാക്കിയുള്ള പരിപാടികളുമായിട്ട് മണ്ഡലത്തിൽ സജീവമാക്കാൻ, രാഹുൽ മാങ്കൂട്ടത്തിനെ സജീവമാക്കാൻ തന്നെയാണ് തീരുമാനം. അതിന് ചുക്കാൻ പിടിക്കുന്നതാവട്ടെ ഷാഫി പറമ്പിലും. ഒരു പേരാമ്പ്ര മോഡൽ, അതായത് വടകരയിൽ കഴിഞ്ഞ ദിവസം ഡിവൈഎഫ്ഐയുടെ അക്രമി സംഘം, ക്രിമിനൽ സംഘം, ആ ക്രിമിനൽ സംഘം ഷാഫി പറമ്പിലിനെ വഴി തടയുക എന്നുള്ള ഒരു കലാപരിപാടി നടത്തിയിരുന്നു. ആ പരിപാടിയിൽ ഷാഫി അങ്ങ് സ്കോർ ചെയ്തു എന്ന് മാത്രമല്ല, ഷാഫി സെഞ്ചുറടിക്കുകയും ചെയ്തു. ആ പരിപാടിയിൽ തന്റെ വണ്ടി വാഹനത്തിന് മുന്നിലേക്ക് ചാടി വീണ ഈ ഡിവൈഎഫ്ഐയുടെ ക്രിമിനൽ സംഘത്തിന് മുന്നിൽ വണ്ടി നിർത്തിക്കൊണ്ട് ആ വണ്ടിയിൽ നിന്ന് ചാടി ഇറങ്ങിക്കൊണ്ട് ഇവരുടെ ആക്രോശങ്ങൾക്ക് വഴി നിൽക്കില്ല എന്നും ഭയപ്പെടില്ല എന്നും വടകര അങ്ങാടിയിൽ തന്നെ ഉണ്ടാകുമെന്നും പ്രഖ്യാപിച്ചുകൊണ്ട് വാഹനത്തിൽ നിന്ന് ഇറങ്ങി, വാഹനത്തിൽ നിന്നും കൂടെ ഉണ്ടായിരുന്ന 3 പേരടക്കം 4 പേര് ഷാഫി പറമ്പിൽ വടകര അങ്ങാടിയിലൂടെ ഇറങ്ങി നടക്കാൻ തീരുമാനിച്ചു. ഇറങ്ങി നടന്നു കഴിഞ്ഞപ്പോൾ അത് വലിയ ഒരു ജനപങ്കാളിത്തമുള്ള ഒരു പ്രകടനമായി മാറി. അവിടെയും തീർത്തില്ല ഷാഫി പറമ്പിൽ. ആ ഒരു വാശി തീർത്തത് അങ്ങ് പേരാമ്പ്രയിൽ കൊണ്ടുപോയിട്ടാണ്. CPM-ന്റെ പൊന്നാപുരം കോട്ട എന്ന് പറയുന്ന പേരാമ്പ്രയിൽ പോയിട്ട് ഒരു നൈറ്റ് മാർച്ച് അങ്ങ് നടത്തി. 10,000 പങ്കെടുത്തു. ഷാഫിക്ക് വേണ്ടി അവർ മുദ്രാവാക്യങ്ങൾ വിളിച്ച് അവർ ഷാഫിക്ക് പിന്തുണ അറിയിച്ചു. 10,000 പങ്കെടുത്തത് കണ്ടിട്ട് CPM-കാരന്റെ കണ്ണ് തള്ളിപ്പോയി എന്നുള്ളതാണ്. എന്താണെങ്കിലും ആ പരിപാടി വീണ്ടും അതേ നൈറ്റ് മാർച്ച് പാലക്കാടും സംഘടിപ്പിക്കാൻ ഒരുങ്ങുകയാണ് ഷാഫി പറമ്പിൽ. അതിന്റെ മുന്നണി പോരാളിയായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ നാളെയോ മറ്റന്നാളോ പാലക്കാടേക്ക് തിരിച്ചെത്തുമെന്നുള്ളതാണ്. പാലക്കാടേക്ക് തിരിച്ചെത്തുമെന്ന് മാത്രമല്ല, പാലക്കാടിന്റെ മണ്ണിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ സജീവമായിട്ട് പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകും. അതിനോടൊപ്പം തന്നെ മറ്റൊരു വാർത്ത കൂടി വിശ്വസ്തരിൽ നിന്ന് പുറത്തു വരുന്നുണ്ട്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ താമസിക്കുന്നത് പാലക്കാട്ടെ ഒരു വാടകയ്ക്കെടുത്ത റെന്റിനെടുത്തിരിക്കുന്ന ഫ്ലാറ്റിലാണ് പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ താമസിക്കുന്നത്. ആ താമസം അവിടെ നിന്ന് മാറാൻ പോവുകയാണ്. അതായത് വാടക കെട്ടിടത്തിലുള്ള അല്ലെങ്കിൽ വാടകയ്ക്കെടുത്ത ഫ്ലാറ്റിലുള്ള താമസം അവസാനിപ്പിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിനോട് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. നിർദ്ദേശം എവിടുന്നാണെന്ന് ചോദിച്ചാൽ അത് വ്യക്തമാക്കിയിട്ടില്ല. എന്നിരുന്നാലും അത്തരത്തിൽ ഒരു കൂടിയാലോചന കൂടെ നടക്കുന്നുണ്ട് പാലക്കാട്. അതായത് വാടക വീട്ടിൽ ഇനി താമസിക്കേണ്ട,
എല്ലാ അർത്ഥത്തിലും പാലക്കാട്ടുകാരനാവാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ തയ്യാറെടുക്കുന്നു. എന്ന് പറഞ്ഞാൽ രാഹുലിന്റെ പേരിൽ പുതിയ വസ്തു വാങ്ങാനും അവിടെ വീട് വാങ്ങുവാനുമുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു. അതായത് എല്ലാ അർത്ഥത്തിലും പാലക്കാട്ടുകാരനാവുക. വാടക വീട്ടിലുള്ള താമസം മാറിയിട്ട് സ്വന്തം പേരിൽ ഒരു വസ്തു വാങ്ങിയിട്ട് അവിടെ ഒരു വീട്ടിൽ ആ വസ്തുവിലുള്ള വീട്ടിൽ താമസം മാറ്റാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ തയ്യാറെടുക്കുന്നു. അതായത് ഈ ഭീഷണികൾക്കും ഈ വേട്ടയാടലുകൾക്കും നിന്നു കൊടുക്കേണ്ട കാര്യമില്ല. പ്രവർത്തനങ്ങളുമായിട്ട് സജീവ പ്രവർത്തനങ്ങളുമായിട്ട് MLA എന്ന നിലയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് തുടങ്ങി വെച്ചിരിക്കുന്ന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനം. ആരൊക്കെ തടയാൻ വന്നാലും തടയുന്നവരെ കാണാം, അവരെ തടയുന്നിടത്ത് വെച്ച് കാണാനും കൈകാര്യം ചെയ്യേണ്ടി വന്നാൽ കൈകാര്യം ചെയ്യാനും തന്നെയാണ് തീരുമാനം. അതിനുള്ള ഒരു സംഘത്തെ കൂടി ചുറ്റുഭാഗത്തും ഏർപ്പാടാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പാർട്ടിയുടെ ഔദ്യോഗിക ലേബലിലായിരിക്കില്ല എന്നുള്ളതാണ് ഇപ്പോൾ. അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് വന്നിറങ്ങുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്റെ പ്രവർത്തനങ്ങളുമായിട്ട് പാലക്കാട് അസംബ്ലി മണ്ഡലത്തിൽ മുന്നോട്ട് പോകുമ്പോൾ അവിടെ ഏതെങ്കിലും വല്ല തരത്തിലുമുള്ള തടസ്സങ്ങളോ പ്രതിഷേധങ്ങളോ അതിനപ്പുറത്തേക്ക് പ്രതിഷേധങ്ങൾ മാറി അത് കായികമായി നേരിടുന്ന അവസരത്തിലേക്ക് BJPയോ അല്ലെങ്കിൽ CPMോ പോയി കഴിഞ്ഞാൽ അവരെ നേരിടാൻ ഉറച്ചുകൊണ്ട് പാലക്കാടിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെയും ഷാഫി പറമ്പിലിന്റെയും ഒക്കെ വിശ്വസ്തരായിട്ടുള്ള അവർക്ക് വോട്ട് ചെയ്തിട്ടുള്ള അവരെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളെ ഒപ്പം കൂട്ടിക്കൊണ്ട് അവരെ എല്ലാ അവസരത്തിലും രാഹുൽ മാങ്കൂട്ടത്തിന്റെ ചുറ്റിലും ഒരു സംരക്ഷണ കവചം ഒരുക്കിക്കൊണ്ട് ഈ പ്രതിഷേധങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ അതിനെ നേരിടാനുള്ള തയ്യാറെടുപ്പോടുകൂടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ വീണ്ടും പാലക്കാടിന്റെ മണ്ണിലേക്ക് ഇറക്കാൻ ഷാഫിയുടെ തീരുമാനം എന്ന് പറയുന്നത്. അതായത് ഒരു ഇഞ്ച് പോലും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്ന് മാത്രമല്ല, അതിനപ്പുറത്തേക്ക് ഇപ്പോ കാര്യങ്ങൾ കുറച്ചുകൂടി രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായ രീതിയിലേക്ക് മാറുകയാണ്. അതായത് പൊതുസമൂഹത്തിൽ ഇത് രാഹുൽ മാങ്കൂട്ടത്തിനെ വേട്ടയാടാനും രാഹുൽ മാങ്കൂട്ടത്തിനെ കുടുക്കുവാനുമുള്ള തന്ത്രമാണെന്നുള്ള ചർച്ചകൾ സജീവമാകുകയാണ്. അക്കൂട്ടത്തിൽ സീമാജി നായരെ പോലെയുള്ള പ്രഗത്ഭരായിട്ടുള്ള വ്യക്തിത്വങ്ങൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണ അർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്നതും നമ്മൾ കാണുകയാണ്. അത്തരത്തിൽ ഈ പൊതു അഭിപ്രായം രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമാകുന്ന സ്ഥിതിക്ക് അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിൽ മാറി നിൽക്കേണ്ടതില്ല എന്നും മണ്ഡലത്തിൽ സജീവമായി പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് പ്ലാൻ ബിയുടെ ഒരുക്കങ്ങൾ. അതും മാത്രമല്ല, ഈ ഇത്തരത്തിൽ വേട്ടയാടുകൾ അല്ലെങ്കിൽ ഈ പരാതിയില്ലാത്ത തെളിവുകളില്ലാത്ത ഈ ആരോപണത്തിന്റെ പിറകെ പോയിട്ട് സമയം കളയുകയും വേണ്ട. അതുപോലെ മണ്ഡലത്തിൽ നിന്ന് മാറി നിന്ന് കഴിഞ്ഞാൽ അത് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണക്കുന്നവർക്കിടയിൽ ഒരു ചെറിയ തോതിലെങ്കിലും ഒരു അപസ്വരം ഉണ്ടാക്കും എന്നുള്ള ഒരു പ്രതീതി കൂടിയുണ്ട്. കാരണം അവർ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചതാണല്ലോ. അതുകൊണ്ട് അവർ സംരക്ഷണം ഒരുക്കുമെന്നുള്ള ഒരു വാക്ക് ഇന്നലെ ഷാഫി പറമ്പിലിന് പാലക്കാട് നിന്ന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വിവരം. അതായത് ഈ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാടിന്റെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷത്തിൽ വിജയിച്ചു കയറിയതാണ്. ഇന്നലെ ഈ വിവാഹ വീട്ടിൽ ഷാഫി പറമ്പിൽ എത്തുമ്പോൾ അവിടെ ഷാഫിയെ കാണാനായിട്ട് ഒരുപാടധികം ആളുകൾ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. കാരണം അവർക്ക് പറയാനുണ്ടായിരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെ പാലക്കാട് തന്നെ തിരിച്ചെത്തിക്കണം എന്നായിരുന്നു. അത് മാത്രമല്ല, അവർ വാക്കാൽ ഷാഫിയോട് പറഞ്ഞത് ഇവിടെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ, ഇവിടെ ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധങ്ങളോ അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ സംഘടിച്ച് ആക്രമിക്കുവാനുള്ള വല്ല നീക്കങ്ങളും ഉണ്ടായിക്കഴിഞ്ഞാൽ ഇവിടുത്തെ വോട്ടർമാരെന്ന നിലയിൽ, ഈ പാലക്കാട്ടുകാരെന്ന നിലയിൽ ഞങ്ങൾ അതിനെ പ്രതിരോധിക്കും എന്ന് തന്നെയാണ് ഷാഫിക്ക് അവർ വാക്ക് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഷാഫി വടകരയിൽ മാത്രമല്ല, ഈ ഭാരത് ജോഡോ യാത്രയുമായി വോട്ടധികാര യാത്രയുമായി ബന്ധപ്പെട്ടും അതുപോലെ KPCCയുടെ വർക്കിംഗ് പ്രസിഡന്റ് എന്ന രീതിയിലും ഷാഫിക്ക് ഇപ്പോൾ പാലക്കാട് ഒരു ഫുൾ ടൈം പാലക്കാട് നിൽക്കാനുള്ള ഒരു സമയമില്ല. പല പരിപാടികളുമായിട്ട് കേരളത്തിന്റെ പല വിവിധ ഭാഗങ്ങളിൽ പങ്കെടുക്കാനുള്ളത് കൊണ്ടും ഒരുപാട് പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാനുള്ളത് കൊണ്ടും പാലക്കാട് ഒരു 24 hours പാലക്കാട് ചെലവഴിക്കാനുള്ള ഒരു സമയം ഷാഫിക്കില്ല. അതുകൊണ്ട് ഷാഫിക്ക് ആ കാര്യത്തിൽ ചെറിയൊരു വ്യാകുലത ഉണ്ടായിരുന്നു. എന്നിരുന്നാലും അവിടെ എത്തിയ ഈ കോൺഗ്രസ് പ്രവർത്തകരിൽ നിന്നും അനുഭാവികളിൽ നിന്നും ഷാഫിയുടെയും രാഹുലിന്റെയും ഒക്കെ സപ്പോർട്ടറായിട്ടുള്ള ആളുകളിൽ നിന്നും ഒരു പ്രതീക്ഷയ്ക്ക് വക നൽകുന്ന ഒരു വാഗ്ദാനം ലഭിച്ചു എന്നുള്ളതാണ്.
അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ അവിടെ ചെറിയൊരു കൂടിയാലോചന ഒക്കെ നടന്നിട്ടുണ്ട്. അത് ഗ്രൂപ്പ് യോഗമൊന്നുമല്ല, മറ്റൊരു തരത്തിലുള്ള ഒരു കൂടിയാലോചന അവിടെയുള്ള കോൺഗ്രസ് നേതാക്കളുമായിട്ടൊക്കെ ഒരു പ്രാദേശികമായിട്ടുള്ള നേതാക്കളുമായിട്ടൊക്കെ ഒരു കൂടിയാലോചനയൊക്കെ ഷാഫി നടത്തിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ എന്തൊക്കെയാണെങ്കിലും പാലക്കാട്ടേക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെ തിരിച്ചെത്തിക്കാൻ ദ്രുതഗതിയിൽ എത്രയും പെട്ടെന്ന്, അതായത് ഒരുപാട് ദിവസങ്ങൾ എടുക്കാതെ നാളെയോ ഈ ഒരു അടുത്ത ആഴ്ചക്കുള്ളിൽ, അതായത് ഇപ്പൊ ഇന്ന് വെള്ളിയാഴ്ചയാണ്, ഈ ആഴ്ച കഴിഞ്ഞിട്ട് അടുത്തൊരു വെള്ളിയാഴ്ചക്കുള്ളിൽ പാലക്കാട്ടേക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെ തിരിച്ചെത്തിക്കുവാനുള്ള എല്ലാ പണികളും എല്ലാ പ്ലാനുകളും നടക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതിന് വേണ്ട സജ്ജീകരണങ്ങൾ ഷാഫി ഒരുക്കുന്നുണ്ട്. കോൺഗ്രസ് പ്രവർത്തകർ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കൂടെ കട്ടക്ക് നിൽക്കുമെന്നുള്ള ഒരു വാക്കും ഷാഫി പറമ്പിലിന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്.